ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം എന്ന് പറയുന്നത് 7th സ്റ്റാൻഡേർഡിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ് ആണ്. ഇതിനു മുമ്പത്തെ 2 ചാപ്റ്റേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കയറി കാണുക. പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസിനായിട്ട്. അപ്പം നമുക്ക് ചാപ്റ്റർ നോക്കാം. ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ്. ഗ്ലിംസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോക്ക് കാണുക എന്നുള്ളതാണ്. ഓഫ് ദ എമിറേറ്റ്സ്. എമിറേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറബ് നേഷൻസിനെ പറയുന്ന പേരാണ് എമിറേറ്റ്സ് എന്ന് പറയുന്നത്. അബുദാബി, ദുബായ്, ഷാർജ ഇങ്ങനെയുള്ള കൺട്രീസിനെ പറയുന്ന പേരാണ് എന്ത്? എമിറേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം അറബ് രാജ്യത്തേക്ക് അവിടുത്തെ ഒരു കാഴ്ച അല്ലെങ്കിൽ അവിടെ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ളൊരു അനുഭവമാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാൻ വേണ്ടി ഉള്ളത്. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫ്. വാട്ട് വുഡ് അവൈറ്റ് ആൻ ആക്സിഡൻ്റൽ ടൂറിസ്റ്റ് ഇൻ UAE? I wondered as I came out of the airport into the open air. Yes, I was an accidental tourist. I had been to Oman to stay with my niece. I had just squeezed in 2 days on my way back home, but 2 days were enough to give me an eyeful and plenty of food for thought. The dense clouds hovering above the wings of the aircraft had already given me an eyeful, and the desert which seemed to stretch endlessly was a spectacle too. What would await an accidental tourist in UAE? UAE എന്ന് പറഞ്ഞാൽ എന്താണ്? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അപ്പോൾ എന്താണ്? വാട്ട് വുഡ് അവൈറ്റ് ആൻ ആക്സിഡൻ്റൽ ടൂറിസ്റ്റ് ഇൻ UAE? ഞാൻ എവിടെ? UAEയിൽ ഒരു ആക്സിഡൻ്റൽ ടൂറിസ്റ്റാണ്. ആക്സിഡൻ്റൽ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടേക്ക് എന്ത് ചെയ്യാൻ, ടൂർ ചെയ്യാൻ പ്ലാൻ ഇല്ലാതെ പോയ ഒരു ടൂറിസ്റ്റാണ്. ഐ വണ്ടേർഡ് ആസ് ഐ കെയിം ഔട്ട് ഓഫ് ദ എയർപോർട്ട് ഇൻ ടു ദ ഓപ്പൺ എയർ. എന്താണ്? ഞാൻ അത്ഭുതപ്പെട്ടു. എവിടെ? എയർപോർട്ടിന് വെളിയിലേക്ക് വന്നപ്പോൾ. എസ്, ഐ വാസ് ആൻ ആക്സിഡൻ്റൽ ടൂറിസ്റ്റ്. എന്താണ്? ഞാൻ പ്ലാൻ ഇല്ലാതെ വന്നൊരു ടൂറിസ്റ്റാണ്. ഐ ഹാഡ് ബീൻ ടു ഒമാൻ ടു സ്റ്റേ വിത്ത് മൈ നീസ്. എന്താണ്? നീസ് എന്ന് പറഞ്ഞാൽ ആരാണ്? മരുമകൾ അല്ലെങ്കിൽ മരുമകനെയാണ് എന്തെന്ന് പറയുന്നത്? നീസ് എന്ന് പറയുന്നത്. സഹോദരൻ്റെയോ സഹോദരിയുടെയോ മകളെ ആണ് എന്തെന്ന് പറയുന്നത്? നീസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ നീസിൻ്റെ കൂടെ ഒമാനിൽ സ്റ്റേ ചെയ്യാനാണ് വിചാരിച്ചിരുന്നത്. ഐ ഹാഡ് ജസ്റ്റ് സ്ക്യൂസ്ഡ് ഇൻ 2 days. സ്ക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഞെരിക്കപ്പെടുക എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഞെക്കി ഞെരുങ്ങുക എന്നുള്ളൊരു മീനിങ് ആണ്. എന്താണ്? ഇവിടെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. കാരണം എന്താണ്? സ്ക്യൂസ്ഡ് ഇൻ 2 days. എൻ്റെ ആ ഒരു യാത്ര എന്ന് പറയുന്നത് 2 ദിവസത്തേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ഓൺ മൈ വേ ബാക്ക് ഹോം. കാരണം എന്താണ്? 2 ദിവസം കഴിഞ്ഞ് എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. ബട്ട് 2 days വെയർ എനഫ് ടു ഗീവ് മീ ആൻ ഐഫുൾ ആൻഡ് പ്ലെൻറ്റി ഓഫ് ഫുഡ് ഫോർ തോട്ട്. എന്താണ്? 2 ദിവസം കൊണ്ട് ഇവിടെയുള്ള കാഴ്ചകൾ മൊത്തം കണ്ണ് നിറച്ച് കാണാൻ കഴിയുമെന്ന് എന്ത് ഞാൻ കരുതുന്നില്ല. The dense clouds hovering above the wings of the aircraft had already given me an eyeful. ഹോവറിങ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുന്ന. ക്ലൗഡ്സ് എന്താണ്? അലഞ്ഞു തിരിഞ്ഞ് അല്ലെങ്കിൽ ക്ലൗഡ്സ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്നാണ്. അബോവ് ദ വിങ്സ് ഓഫ് ദ എയർക്രാഫ്റ്റ്. എന്തിനു ചുറ്റും? ആ എയർക്രാഫ്റ്റിൻ്റെ വിങ്സിന് ചുറ്റും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ഹാഡ് ഓൾറെഡി ഗീവ് മി ആൻ ഐഫുൾ. ഇത് എൻ്റെ കണ്ണിറച്ചൊരു കാഴ്ചയായിരുന്നു. ആൻഡ് ദ ഡിസേർട്ട് വിച്ച് സീംഡ് ടു സ്ട്രെച്ച് എൻഡ്ലെസ്ലി വാസ് എ സ്പെക്ടക്കിൾ ടു. സ്പെക്ടക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ഭുത ദൃശ്യം എന്നാണ് സ്പെക്ടക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ദ ഡിസേർട്ട് വിച്ച് സീംഡ് ടു സ്ട്രെച്ച് എൻഡ്ലെസ്ലി വാസ് എ സ്പെക്ടക്കിൾ ടു. അതുപോലെ തന്നെ അവിടുത്തെ ഡിസേർട്ട് എന്താണ്? മരുഭൂമി. മരുഭൂമി എന്ന് പറയുന്നത് സ്ട്രെച്ച്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്. എൻഡ്ലെസ്ലി അവസാനമില്ലാതെ വിശാലമായി ഒരു അത്ഭുത ദൃശ്യമായിട്ട് കാണപ്പെട്ടു. The long drive in my friend Ashokan's car from Ras Al Khaimah to Abu Dhabi was a memorable experience. We never got tired of stopping and venturing out into the beach. The sea had the same serene appearance everywhere on fields, a kind of heavenly bliss at these quiet beaches. A long drive in my friend Ashokan's car from Ras Al Khaimah to Abu Dhabi. അപ്പം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള അശോകൻ്റെ കാറിൽ എവിടെ പോവുകയാണ്? റാസ് അൽ ഖൈമയിൽ നിന്ന് അബുദാബിയിലേക്ക് പോവുകയാണ്. അത് 2 സ്ഥലത്തിൻ്റെ പേരാണ്. അതെന്ന് പറയുന്നത് ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ്, വളരെ
മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വി നെവർ ഗോട്ട് ടയേർഡ് ഓഫ് സ്റ്റോപ്പിംഗ് ആൻഡ് വെഞ്ചറിങ് ഔട്ട് ഇൻ ടു ദ ബീച്ച്. എന്താണ് വെഞ്ചറിങ് എന്ന് പറഞ്ഞാൽ ശാന്തമായ ആ ബീച്ചിൽ, ശാന്തമായ ബീച്ചിൽ എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തില്ല, ശാന്തമായ ബീച്ചിലെത്തി അവിടെ നിർത്തുന്നത് വരെ നമ്മൾ ടയേർഡായില്ല, ക്ഷീണിച്ചതേ ഇല്ല. ദ സീ ഹാഡ് ദ സെയിം സിറിൻ അപ്പിയറൻസ് എവ്രിവെയർ. സിറിൻ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ദ സീ ഹാഡ് ദ സെയിം സിറിൻ അപ്പിയറൻസ് എവ്രിവെയർ. സീ മുഴുവൻ എന്തായിരുന്നു, ഒരു കാമായിട്ടുള്ള അപ്പിയറൻസ് ആയിരുന്നു അവിടെ കാണാനുണ്ടായിരുന്നത്. ഓൺ ഫീൽസ് എ കൈൻഡ് ഓഫ് ഹെവൻലി ബ്ലിസ് അറ്റ് ദീസ് ക്വയറ്റ് ബീച്ചസ്. എന്താണ്, ഒരു സമാധാനപരമായിട്ടുള്ള ബ്ലിസ് എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. ഹെവൻലി സ്വർഗതുല്യമായ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ഫീലാണ് ആ ബീച്ചിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തത്. അറ്റ് Swayhan in Abu Dhabi, I caught sight of something unexpected. It was the entrance to the Noor Abu Dhabi solar power plant. It is the largest single-site solar power plant in the world, producing a stupendous 1.2 GW of power. Of course, tourists are not allowed inside. I had to satisfy myself with the magnificent photographs of the power plant on the net. The plant has an amazing 3.2 million solar panels. I wish tourists were given an aerial view of the planet. അടുത്ത എവിടേക്ക് പോവുകയാണ്? അറ്റ് സ്യൂഹാൻ ഇൻ അബുദാബി. അബുദാബിയിലെ സ്യൂഹാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഐ കോട്ട് സൈറ്റ് ഓഫ് സംതിങ് അൺഎക്സ്പെക്റ്റഡ്. എന്താണ്, എൻ്റെ കണ്ണിനെ പിടിച്ചുലയ്ക്കുന്ന കുറച്ച് കാഴ്ചകൾ അവിടെ കാണാനുണ്ടായിരുന്നു. ഇറ്റ് വാസ് ദ എൻട്രൻസ് ടു ദ നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്. എവിടെയാണ്? നൂർ അബുദാബിയിലെ സോളാർ പവർ പ്ലാന്റിലാണ് ആ കാഴ്ചകൾ ഉണ്ടായിരുന്നത്, അതിൻ്റെ എൻട്രൻസിൽ. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് ആണ് അവിടെ ഉള്ളത്. പ്രൊഡ്യൂസിങ് എ സ്റ്റുപ്പൻഡസ് 1 GW എന്ന് പറഞ്ഞാൽ ജിഗാവാട്ടാണ്. ജിഗാവാട്ട് ഓഫ് പവർ. ഒരു ദിവസം എന്താണ് 1.2 ജിഗാവാട്ടാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ടൂറിസ്റ്റ് ആർ നോട്ട് അലൗഡ് ഇൻസൈഡ്. തീർച്ചയായും അവിടെ എന്തില്ല, ടൂറിസ്റ്റിന് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഐ ഹാഡ് ടു സാറ്റിസ്ഫൈ മൈസെൽഫ് വിത്ത് ദ മാഗ്നിഫിഷ്യൻറ്റ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദ പവർ പ്ലാന്റ് ഓൺ ദ നെറ്റ്. ഞാൻ എന്ത് ചെയ്തു, അവിടെയുള്ള പവർ പ്ലാന്റിൻ്റെ ഫോട്ടോസൊക്കെ നെറ്റിൽ നോക്കി സെർച്ച് ചെയ്ത് അവിടെ സാറ്റിസ്ഫൈ ആയി, തൃപ്തനായി അവിടെ നിൽക്കുകയാണ്. ദ പ്ലാനറ്റ് ഹാസ് ആൻ അമേസിങ് 3.2 മില്യൺ സോളാർ പ്ലാന്റ്സ്. ആ പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ പ്ലാന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സോളാർ പ്ലാന്റിനാണ് കേട്ടോ. പ്ലാന്റ് എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള, അതുപോലെ തന്നെ 3.2 മില്യൺ സോളാർ പാനൽസ് ഒക്കെ നിറഞ്ഞ ഒരു പ്ലാന്റ് ആയിരുന്നു. ഐ വിഷ് ടൂറിസ്റ്റ് വെയർ ഗിവൺ ആൻ ഏരിയൽ വ്യൂ ഓഫ് ദ പ്ലാന്റ്. ഏരിയൽ വ്യൂ എന്ന് പറഞ്ഞാൽ ആകാശാസ്ഥമായ കാഴ്ച എന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്ലെയിനിൽ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിലൊക്കെ പോയിട്ട് മുകളിൽ നിന്നിട്ട് താഴേക്ക് ആ പ്ലാന്റിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആർക്ക് വേണ്ടി? ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി, ഇത് കാണാൻ വരുന്ന ആൾക്കാർക്ക് വേണ്ടി. I was able to view the imposing Burj Khalifa, the tallest building in the world. Climbing at all the way up would take you to the top of the world, of course. I could not do it. A boat ride at Burj Dubai late in the evening was a fascinating experience. The dazzling lights and their reflections on the creek give you a feeling of being out of the world. It was only matched by a ride on the metro from Al Nahda to Stadium. Watching the landscape from a train is always entertaining, but here was a landscape totally different from anything I had ever seen. I was able to view the imposing Burj Khalifa. അവിടെ അടുത്ത് എങ്ങോട്ട് പോവുകയാണ്? ബുർജ് ഖലീഫയിലേക്ക് പോവുകയാണ്. ദ ടാളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. എവിടെയാണ്? ലോകത്തിലെ തന്നെ ഏറ്റവും ടാളസ്റ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് അത്, ബുർജ് ഖലീഫ. ക്ലിംബിങ് ഇറ്റ് ഓൾ ദ വേ അപ്പ് വുഡ് ടേക്ക് യു ടു ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. ക്ലിംബിങ് എന്ന് പറഞ്ഞാൽ, ക്ലൈംബിംഗ് എന്ന് പറഞ്ഞാൽ കയറുക. അതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ ഏറ്റവും മുകളിലെത്തിയ പോലെ ഒരു ഫീലാണ് നമുക്കുള്ളത്. ഓഫ് കോഴ്സ് ഐ കുഡ് നോട്ട് ഡു ഇറ്റ്. എ ബോട്ട് റൈഡ് അറ്റ് ബുർജ് ദുബായ് ലേറ്റ് ഇൻ ദ ഈവനിങ് വാസ് ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ്. അടുത്ത പറയുന്നത് എന്താണ്? ഒരു ബോട്ട് റൈഡിനെ പറ്റിയാണ്.
ബോട്ട് റൈഡിനെ പറ്റിയാണ്. ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ദ ഡാസ്ലിംഗ് ലൈറ്റ്സ് ആൻഡ് ദ റിഫ്ലക്ഷൻസ് ഓൺ ദ ക്രീക്ക് ഗീവ് യു എ ഫീലിംഗ് ഓഫ് ബീയിങ് ഔട്ട് ഓഫ് ദ വേൾഡ്. ഡാസ്ലിംഗ് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന ലൈറ്റ്സും അതുപോലെ അതിൻ്റെ റിഫ്ലക്ഷൻസ് പ്രതിഫലനവും. ഓൺ ദ ക്രീക്ക് ഗീവ് യു എ ഫീലിംഗ് ഓഫ് ബീയിങ് ഔട്ട് ഓഫ് ദ വേൾഡ്. ക്രീക്ക് എന്ന് പറഞ്ഞാൽ തുറമുഖം. ആ തുറമുഖത്തുള്ള തിളങ്ങുന്ന ലൈറ്റും അതുപോലെ അതിൻ്റെ പ്രതിഫലനവും അതൊക്കെ എന്താണ് നമ്മുടെ കാഴ്ചയെ വളരെയധികം എന്താക്കുന്നതായിരുന്നു, നല്ലൊരു ഫീലിംഗ് തരുന്നതായിരുന്നു. ഇറ്റ് വാസ് ഓൺലി മാച്ച്ഡ് ബൈ എ റൈഡ് ഓൺ ദ മെട്രോ ഫ്രം അൽനഹ്ദ ടു സ്റ്റേഡിയം. അടുത്ത എന്താണ്, ഒരു റൈഡ് പോയി എവിടെ, മെട്രോയിൽ, അൽനഹ്ദയിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്ക്. വാച്ചിങ് ദ ലാൻഡ്സ്കേപ്പ് ഫ്രം എ ട്രെയിൻ ഈസ് ആൾവേസ് എൻ്റർടൈനിങ്. ആ ട്രെയിനിൽ പോകുന്ന യാത്ര എന്ന് പറയുന്നത് എന്താണ്, വളരെ entertaining ആയിരുന്നു. ബട്ട് ഹിയർ വാസ് എ ലാൻഡ്സ്കേപ്പ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം എനിത്തിങ് ഐ ഹാഡ് എവർ സീൻ. അതുപോലെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ്, ഇവിടുത്തെ സ്ഥലങ്ങളെന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളായിരുന്നു. But nothing matched the Louvre Abu Dhabi Museum, a marvel by any standards. It houses some of the world's most fascinating archaeological remains, paintings, sculptures and other artifacts. It carries the name of the famous Louvre Museum in France on an agreement. It has also rented more than 300 pieces from the Louvre for display. I thought it terribly unlucky of me to have spent only half a day in the museum. I would have loved to spend at least a week. But nothing matched the Louvre Abu Dhabi Museum. അടുത്ത എങ്ങോട്ടാണ് പോകുന്നത്, അബുദാബി മ്യൂസിയത്തിലേക്ക്. എ മാർവൽ ബൈ എനി സ്റ്റാൻഡേർഡ്സ്. അത് എന്താണ്, വളരെ മാർവലായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഇറ്റ് ഹൗസസ് സം ഓഫ് ദ വേൾഡ് മോസ്റ്റ് ഫാസിനേറ്റിംഗ് ആർക്കിയോളജിക്കൽ റിമൈൻസ്. എന്താണ് ആർക്കിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ പുരാണവസ്തു ശാസ്ത്രമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു അവിടെയുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്, അവിടെയുള്ള പെയിൻറ്റിങ്സ്, സ്കൾപ്ചേഴ്സ്, അതർ ആർട്ട് വർക്കുകൾ. അപ്പോൾ ഇതെല്ലാം പുരാണപരമായിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. ഇറ്റ് ക്യാരിയേഴ്സ് ദ നെയിം ഓഫ് ഫേമസ് ലോവർ മ്യൂസിയം ഇൻ ഫ്രാൻസ് ഓൺ ആൻ എഗ്രിമെൻറ്റ്. എന്താണ്, ഫ്രാൻസിലെ ഒരു ലോവർ മ്യൂസിയം പോലെ തന്നെ എന്താണ്, ഇതും വളരെ പ്രശസ്തയാണ്. ഇറ്റ് ഹാസ് ആൾസോ റെൻറ്റഡ് മോർ ദാൻ 300 പീസ് ഫ്രം ദ ലോവ്രി ഫോർ ഡിസ്പ്ലേ. അവിടെ ഒരുപാട് പീസസ് ഒക്കെ ഡിസ്പ്ലേ ആയിട്ട് വെച്ചിട്ടുണ്ട്. I thought it terribly unlucky of me. I have spent only half a day in the museum. എന്താണ്, എനിക്ക് വളരെ മോശമായിട്ട് തോന്നി. ഒരു പകുതി ദിവസം മാത്രമേ എനിക്ക് എവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ, എവിടെ നിൽക്കാൻ കഴിഞ്ഞുള്ളൂ, ആ മ്യൂസിയത്തിൽ നിൽക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ. I would have loved to spend at least a week. ഒരാഴ്ചയെങ്കിലും അവിടെ നിന്നാൽ മാത്രമേ അവിടുത്തെ എല്ലാ കാഴ്ചകളും കാണാൻ പറ്റുമായിരുന്നുള്ളൂ. ഓൺ ബോർഡിങ് ദ ഫ്ലൈറ്റ് ടു കാലിക്കറ്റ്. ഞാൻ തിരിച്ച് കാലിക്കറ്റിലേക്ക് ഫ്ലൈറ്റ് കയറാൻ നിൽക്കുന്ന സമയം ഐ വിഷ്ഡ് ഐ ഹാഡ് മോർ ടൈം ഫോർ എ വിസിറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെയുള്ള സ്ഥലം വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ എന്താണ്, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചു. അറ്റ്ലീസ്റ്റ് 2 weeks, എത്ര, 2 ആഴ്ചയെങ്കിലും വേണം. അനദർ ടൈം, ഇനി വേറൊരു സമയം വരുന്ന സമയം എന്താണ്, 2 ആഴ്ചയെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഐ മൈറ്റ് ഗെറ്റ് എ ചാൻസ് അഗെയിൻ. എനിക്ക് എന്താണ്, ഇനിയും ഒരു ചാൻസ് കിട്ടുമായിരിക്കും. യു നെവർ നോ. അപ്പം ഞാൻ എന്ത് ചെയ്യത്തില്ല, പെട്ടെന്ന് തിരിച്ചു പോകത്തില്ല, അല്ലെങ്കിൽ 2 ആഴ്ചയെങ്കിലും വേണം എന്നാണ് പറയുന്നത്. ഒരു ഷോർട്ടായിട്ടുള്ള പാഠഭാഗമാണ്, ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് അബുദാബിയിലെ ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം എന്താണ്, ഫ്രണ്ടുമായിട്ട് ബീച്ചിൽ പോകുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് സോളാർ പവർ പ്ലാന്റിൽ പോകുന്നുണ്ട് നൂർ അബുദാബിയിലെ. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ്, ബുർജ് ഖലീഫ കാണാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞൊരു ബുർദുബായിൽ ഒരു ബോട്ട് റൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിനുശേഷം അൽനഹ്ദയിൽ മെട്രോയിൽ പോകുന്നുണ്ട്. അതിനുശേഷം എന്താണ്, ലോവ്രി അബുദാബി മ്യൂസിയത്തിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുന്ന കാഴ്ചകളെ പറ്റിയാണ് ഇതിൻ്റെ അകത്ത് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ പാഠം എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.